രവിവർമ്മന്റെ മുഖംമൂടിക്കുള്ളിലെ യഥാർത്ഥ രവിയെ നിങ്ങൾ തിരിച്ചറിയണം. ക്രൂരനും ദുഷ്ടനുമായ രവിവർമ്മൻ നിങ്ങൾ പറയുന്നത് മുഴുവൻ സത്യമാണെന്ന് ഞാൻ എങ്ങനെ അറിയുമെന്ന് ചോദിക്കുകയാണ് സുദർശൻ. ചോദ്യം കറക്റ്റാണ്. ഒരു തെളിവുമില്ലാതെ ആരും വിശ്വസിക്കില്ല. എന്തിന്, ഈ ഞാൻ പോലും വിശ്വസിക്കില്ല ഈ പറഞ്ഞതൊന്നും. പക്ഷേ ചേട്ടാ, ഞാൻ ആദ്യം തന്നെ ചേട്ടനൊരു തെളിവ് അയച്ചിരുന്നു. ചേട്ടനത് കാര്യമായിട്ട് എടുത്തില്ല എന്ന് മാത്രം. എന്ത് തെളിവ്? പറയാം. ചേട്ടന്റെ മകളുടെ നിശ്ചയ ദിവസം ഞാനൊരു കൊറിയർ അങ്ങോട്ടത്തേക്ക് അയച്ചിരുന്നു. പക്ഷെ ചേട്ടനത് വായിച്ചില്ല. അതാണ് കാര്യങ്ങൾ ഇതുവരെ എത്തിച്ചത്. നേരം ആ കൊറിയർ കണ്ടതിനെ പറ്റി ആലോചിക്കുകയാണ് സുദർശൻ. ആ കൊറിയർ അവിടെ തന്നെ ഉണ്ടെങ്കിൽ ചേട്ടൻ അതൊന്ന് തുറന്നു നോക്കിയാൽ മതി. അപ്പോൾ ഈ സംശയം മുഴുവൻ തീർന്നോളും. അത്രയും പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുകയാണ് ജി ഡി പറയുകയാണ്, മതി, ഇതൊരു തീ കൊളുത്തലാണ്. ഈ തീപ്പൊരി മതി ഒരു കുടുംബം തന്നെ വെന്തരിയാൻ. അതിനുശേഷം അവിടെയൊക്കെ ആ കൊറിയർ തിരയുകയാണ് സുദർശൻ. പിന്നീട് താഴെ വീണ് കിടക്കുന്ന കൊറിയർ കാണുകയാണ് സുദർശൻ. അതിൽ നിന്നും ഒരു ന്യൂസ് പേപ്പർ കട്ടിംഗ് കാണുകയാണ് സുദർശൻ. പിന്നീട് പൂജ നടക്കുന്ന സ്ഥലത്തേക്ക് ദേഷ്യത്തോടെ ചെല്ലുകയാണ് സുദർശൻ. ഇവിടെ പൂജാരി പറയുകയാണ്, ഇനി വരനും വധുവും വന്ന് ആരതി കത്തിച്ച് ഒഴിഞ്ഞോളൂ. രവിചന്ദ്രവർമ്മനും ശ്രീലക്ഷ്മിയും അവിടേക്ക് നീങ്ങുമ്പോൾ സുദർശൻ പെട്ടെന്ന് പറയുകയാണ്, നിർത്ത്. സരോജാമ്മ ചോദിക്കുകയാണ്, എന്ത് പറ്റി ശ്രീടച്ച, രാഹുകാലം വല്ലതും ആണോ? പിന്നെന്തിനാ പൂജ നടത്താൻ പറഞ്ഞത്? സുദർശൻ പറയുകയാണ്, എന്റെ മകളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ദുരന്തത്തെയാണ് ഞാൻ നിർത്താൻ പറഞ്ഞത്, രവിവർമ്മൻ സാറിനെ തന്നെ. അത് കേട്ട് രഘു ചോദിക്കുകയാണ്, വാട്ട്, എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് സുദർശൻ ചേട്ടാ? ആരെ കുറിച്ചാണ് പറയുന്നതെന്ന് ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? ഉച്ചത്തിൽ സുദർശൻ പറയുകയാണ്, ഉണ്ട്, വിവാഹം കഴിച്ച ആദ്യ ഭാര്യയെ തന്നെ കൊന്ന രവി സാറിനോട്. അത് കേട്ട് എല്ലാവരും വന്ന് അമ്പരക്കുകയാണ്. എന്നിട്ടിപ്പോൾ ഒന്നും അറിയാത്തതുപോലെ രണ്ടാമതൊരു വിവാഹം കഴിക്കാൻ ഒരുമ്പിട്ടിറങ്ങിയാൽ അങ്ങനെയുള്ള ഈ പകൽമാന്യനെ കുറിച്ച് തന്നെയാണെന്ന് രവിചന്ദ്രവർമ്മനെ ചൂണ്ടി പറയുകയാണ് സുദർശൻ. പെട്ടെന്ന് സരോജാമ്മ ചോദിക്കുന്നു, ശ്രീടച്ച, എന്താണ് പറ്റിയത്? അച്ഛൻ എന്താ ഭ്രാന്ത് പിടിച്ചോ? അതേടി, ഇത്രയും ദിവസം എനിക്ക് ഭ്രാന്തായിരുന്നു. പക്ഷെ ഇപ്പോൾ അതെനിക്ക് മാറി. കാരണം പക്ഷെ ഇത്രയും കാലം നമ്മൾ ദൈവത്തെ പോലെ കരുതിയിരുന്ന ആൾ ഒരു കൊലയാളിയാണെന്ന് ഞാൻ ഇപ്പോഴാണ് തിരിച്ചറിഞ്ഞത്. രവിവർമ്മനെ ചൂണ്ടി സുദർശൻ വീണ്ടും പറയുകയാണ്, ദാ ഈ മനുഷ്യനാണ് കൊലയാളി, സാക്ഷാൽ രവിചന്ദ്രവർമ്മൻ തന്നെ. അത് കേട്ട് രഘു പറയുകയാണ്, മിസ്റ്റർ സുദർശൻ, നിങ്ങൾ വാക്കുകൾ സൂക്ഷിച്ച് സംസാരിക്കണം. ഞാൻ ഇത് കണ്ട് കേട്ടു നിൽക്കുമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. സത്യം പറയാൻ എന്തിനു ഭയപ്പെടണം സാർ? ഞാൻ പറഞ്ഞത് സത്യമല്ല എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ എന്ന് രവിവർമ്മനെയും ചൂണ്ടി ചോദിക്കുകയാണ് സുദർശൻ. ലക്ഷ്മി ചോദിക്കുകയാണ്, അച്ഛൻ എന്തൊക്കെയാണ് ഈ പറയുന്നത്? രവി സാറ് കൊലപാതകിയാണെന്നോ? അതേ മോളെ, നീ ഇനിയും ചില സത്യങ്ങൾ അറിയാനിരിക്കുന്നേ ഉള്ളൂ. എന്ത് സത്യമെന്ന് ചോദിക്കുകയാണ് രഘു. രവിചന്ദ്രവർമ്മൻ പറയുകയാണ്, രഘു വെയിറ്റ് എ മിനിറ്റ്. ശ്രീലക്ഷ്മിയുടെ അച്ഛന് എന്താണ് അറിയേണ്ടത്? എന്നോട് ഏത് ചോദ്യവും നേരിട്ട് ചോദിക്കാം. ഞാൻ ഉത്തരം പറയാൻ റെഡിയാണ്. അങ്ങനെ ഒരുപാട് ചോദ്യങ്ങളൊന്നും ഇല്ല സാറേ, ഒരു ചോദ്യമേ ഉള്ളൂ. രാജനന്ദിനിയെ കൊന്നത് നിങ്ങളല്ലേ? സരോജാമ്മ പറയാണ്, അയ്യോ ശ്രീടച്ച, എന്തൊക്കെയാണ് ഈ പറയുന്നത്? സാറിനെ പൂജയ്ക്ക് വിളിച്ചു വരുത്തിയിട്ട് നാണം കെടുത്താനാണ് ഉദ്ദേശം? സാറിനൊരു ശത്രു ഉള്ള കാര്യം മോള് പണ്ടേ പറഞ്ഞിട്ടുള്ളതല്ലേ? അയാളായിരിക്കും ഇതൊക്കെ പറഞ്ഞുണ്ടാക്കുന്നത്. അതെ അച്ഛ, ഇതിന്റെയൊക്കെ പിന്നിൽ ആ ജി.ഡി. ആണെന്ന് ഉള്ളത് തീർച്ചയാണ്. രവി സാർ ഒരിക്കലും എന്നെ ഇങ്ങനെ ചതിക്കില്ല. ആരെങ്കിലും പറയുന്നത് കേട്ട് അച്ഛൻ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് മോശമാണ്. ആ ശരിയായിക്കോട്ടെ, എങ്കിൽ മോള് തന്നെ ഈ വൈശ്രവണനോട് ചോദിക്ക്, രാജനന്ദിനി എങ്ങനെയാണ് മരിച്ചതെന്ന്. ദർശൻ ചോദിക്കുകയാണ്, എന്താടോ സാറേ മിണ്ടാതെ നിൽക്കുന്നത്? ഉത്തരം പറയാൻ വാക്കുകൾ കിട്ടുന്നില്ലേ? താനൊരു ഭയങ്കര ബുദ്ധിമാനാണ്. ഭാര്യ മരിച്ചു പോയെന്ന് താൻ എന്റെ മകളോട് പറഞ്ഞു. പക്ഷെ അവരെങ്ങനെ മരിച്ചുവെന്ന് താൻ പറഞ്ഞില്ല. കാരണം തനിക്ക് പറയാൻ പറ്റില്ല. ഇതൊക്കെ കേട്ട് സന്തോഷം നിൽക്കുകയാണ് ത്രിവിക്രമൻ. എന്താ പറയാൻ പറ്റാത്തത്? കൊന്നത് താൻ തന്നെ, അതാണ് പ്രശ്നം. മിസ്റ്റർ സുദർശൻ എന്ന് രഘു വിളിക്കുമ്പോൾ വീണ്ടും സുദർശൻ ചോദിക്കുകയാണ്, എന്തോന്നാ രഘു സാറേ? സത്യം പുറത്തായപ്പോൾ പേടിയാകുന്നു. ഇത്ര ഒച്ച വെച്ച് സത്യം മറക്കാൻ ശ്രമിച്ചാലും സത്യം സത്യമല്ലാതാകില്ല. എന്തിനാ വെറുതെ നമ്മൾ തമ്മിൽ സംസാരിക്കുന്നത്? ശേഷം ആ പേപ്പർ കട്ടിംഗ് എടുത്ത് കാണിക്കുകയാണ് സുദർശൻ. ഈ ന്യൂസ് പേപ്പർ കട്ടിംഗ് മതി അതിനുള്ള ഉത്തരം തരാൻ. അതിനുശേഷം അത് അവിടെ കൂടി നിന്ന് എല്ലാവരെയും കാണിക്കുകയാണ് സുദർശൻ. പിന്നീട് ശ്രീലക്ഷ്മിയുടെ നേരെ നീട്ടിയിട്ട് സുദർശൻ പറയുകയാണ്, നോക്ക് മോളെ, നോക്ക്, കണ്ണ് തുറന്ന് നോക്ക്. ഇയാൾ ഇത്രയും നാൾ നിന്നെ ചതിക്കുകയായിരുന്നു. നമ്മളോട് ഇന്ന് ആ രഹസ്യം പറഞ്ഞ ആള് ആ വഴിയിൽ വെച്ച് കണ്ട ഭ്രാന്തനാണ്. ഇവരൊക്കെ ഇയാളുടെ ആ ഇരുണ്ട ജീവിതത്തിന്റെ സാക്ഷികളാണ്. അവര് നിന്നെ ഉപദ്രവിക്കുകയാണെന്നാണ് നമ്മൾ കരുതിയത്. മോളെ, വാസ്തവത്തിൽ അവർ നിന്നെ രക്ഷിക്കാനാണ് ശ്രമിച്ചത്. സരോജം ഇവരുടെ വയസ്സിന്റെ വ്യത്യാസം നോക്കണമെന്ന് പറഞ്ഞപ്പോൾ നീ എന്താ പറഞ്ഞത്? മോളുടെ ഇഷ്ടമാണ് വലുതെന്ന്. ഈ വിവാഹം നടന്നാൽ എന്റെ മോള് കയറി ചെല്ലാൻ പോകുന്നത് ആ വലിയ വീട്ടിലേക്കല്ല, ഒരു നരകത്തിലേക്കാണ്. ഇനി പറയൂ, നമ്മുടെ മോളെ ഇയാൾക്ക് വിവാഹം കഴിച്ചു കൊടുക്കണോ എന്ന് വീണ്ടും ഉച്ചത്തിൽ ചോദിക്കുകയാണ് സുദർശൻ. ആ തുറന്ന് സംസാരിക്കടി. എന്താ വായിൽ നാക്കില്ലേ നിനക്കിപ്പോൾ? എന്താ രഘുവർമ്മൻ സാറേ, സാറിന്റെ നാവ് ഇറങ്ങിപ്പോയോ ഇപ്പോൾ? രഘുവർമ്മൻ സാറിനെ കുറിച്ച് ഘോരം പ്രസംഗിച്ചല്ലോ നിങ്ങൾ. ഇപ്പോൾ ഒന്നും പറയാനില്ലേ? പറയാനുണ്ടെങ്കിൽ പറയ്, കേൾക്കട്ടെ ഞാൻ. അന്നേരം രഘു പറയുകയാണ്, മിസ്റ്റർ സുദർശൻ,
ചേട്ടായിയെ കുറിച്ച് സംസാരിക്കാൻ നിങ്ങൾക്ക് അർഹതയില്ല. എനിക്ക് എന്റെ മകളുടെ ജീവിതത്തെക്കുറിച്ച് സംസാരിക്കാൻ അവകാശമുണ്ട് സാർ. ചോദ്യം ചെയ്യാനുള്ള അവകാശം എനിക്കും അതിന് മറുപടി പറയാനുള്ള അവകാശം ഇയാൾക്കുമുണ്ടെന്ന് രവി സാറിനെ ചൂണ്ടി പറയുകയാണ് സുദർശൻ. ഇയാള് പറയട്ടെ, അതാണല്ലോ അതിന്റെ ഒരു ശരിയും. അന്നേരം ആൾക്കൂട്ടത്തിൽ നിന്ന് കൈയടിക്കുകയാണ് ത്രിവിക്രമൻ. സുദർശൻ ചേട്ടാ, ചേട്ടൻ ഇപ്പോഴാണ് ഒരാണായത്. എനിക്ക് അന്നേ അറിയാമായിരുന്നു ഇയാളൊരു തരികിടയാണെന്ന്. എന്റെ വാക്ക് ആരും വിശ്വസിച്ചില്ല. പോരാതെ എല്ലാവരും കൂടി ചേർന്ന് എനിക്കൊരു വട്ടപ്പേരും ഇട്ടു, പാഷാണം ത്രിവിക്രമൻ എന്ന്. ഇപ്പൊ മനസ്സിലായില്ലേ ഞാൻ ആരാണെന്ന്? ഞാനാണ് തനിത്തങ്കം ത്രിവിക്രമൻ. ഗോൾഡേ ഗോൾഡ് എന്നൊക്കെ സന്തോഷത്തോടെ പറയുകയാണ് ത്രിവിക്രമൻ. ഏതായാലും ചേട്ടൻ പേടിക്കേണ്ട, ചേട്ടന്റെ കൂടെ ഈ ഞാനുണ്ട്. ഇവരെ ഇനി വെറുതെ വിടരുത്, ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിയേ പറ്റൂ. ദേഷ്യപ്പെട്ട് യു ഷട്ടപ്പ് എന്ന് പറയുകയാണ് രഘു. ശേഷം സുദർശന്റെ കയ്യിൽ നിന്നും ആ പേപ്പർ കട്ടിംഗ് വാങ്ങിയ ശേഷം രഘു പറയുകയാണ്, ഈ ഒരു കഷ്ണം പേപ്പറും വെച്ച് ചേട്ടായുടെ വ്യക്തിത്വത്തെ ചോദ്യം ചെയ്തത് വിഡിത്തമാണ്. ഇവിടെ രവിവർമ്മൻ ഇഷ്ടപ്പെട്ടതും കൂടെ ജീവിക്കാൻ തയ്യാറായതും നിങ്ങളുടെ പ്രായപൂർത്തിയായ മകളാണ്. അതുകൊണ്ട് തീരുമാനം എടുക്കാനുള്ള അവകാശം ശ്രീലക്ഷ്മിക്ക് മാത്രമേ ഉള്ളൂ. ഈ വിവാഹത്തിന് ശ്രീലക്ഷ്മിക്ക് സമ്മതമാണ് എന്ന് പറഞ്ഞാൽ പിന്നെ വേറെ ആരുടെയും സമ്മതം ഞങ്ങൾക്ക് ആവശ്യമില്ല. ഞങ്ങൾ നടത്തും ഈ വിവാഹം, അതേ നടക്കൂ. പറയാണ്, ആണോ? അങ്ങനെയാണെങ്കിൽ തീരുമാനം എന്റെ മകള് തന്നെ പറയട്ടെ. പറയൂ മോളെ, നിന്റെ തീരുമാനം പറയൂ. ഇനിയും അവരുടെ നുണകൾ നീ വിശ്വസിക്കുമോ? നിന്നെ എന്തിനു ചതിച്ചെന്ന് ഇയാളുടെ മുഖത്ത് നോക്കി ചോദിക്കുന്നേ. ഇനി എന്തിനാ മോളെ ആലോചിക്കുന്നത്? ധൈര്യമായിട്ട് ചോദിക്കുക. ഈ അച്ഛനുണ്ട് നിന്റെ കൂടെ. ലക്ഷ്മി പറയാണ്, വേണ്ടച്ച, എനിക്കൊന്നും ചോദിക്കാനില്ല. എനിക്ക് നന്നായിട്ടറിയാം എന്റെ രവി സാറിനെ. എന്ന് സങ്കടത്തോടെ വിളിക്കുകയാണ് സുദർശൻ. അതെ അച്ഛ, സാർ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഞാൻ സാറിനെ പരിചയപ്പെട്ട സമയത്ത് കണ്ട അതേ സത്യസന്ധത ഇപ്പോഴും സാറിന്റെ മുഖത്ത് കാണുന്നുണ്ട്. ഞാൻ തെറ്റ് ചെയ്ത ഒരാളിന്റെ കുറ്റബോധം ആ മുഖത്തില്ല. എനിക്ക് അത് മാത്രം മതി, അത് മാത്രം മതി എനിക്ക്. ഇടപെട്ട സുദർശൻ പറയുകയാണ്, ഷോ എന്റെ ഭഗവാനെ, ഇവളെ ഞാൻ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കാനാണ്? മോളെ, നീ ഇയാളുടെ കെണിയിൽ വീണുപോയതാണ്. ഈ അച്ഛന്റെ മുഖത്തൊന്ന് നോക്ക്. ഈ അച്ഛൻ പറയുന്നത് മോളുടെ നല്ലതിനു വേണ്ടിയാണെന്ന് നീ മനസ്സിലാക്ക്. വിവാഹം ചതിയാണ്. നിനക്കെന്തെങ്കിലും പറ്റിയാൽ ഈ അച്ഛൻ പിന്നെ ജീവിച്ചിരിക്കില്ല. എന്റെ മോൾ എന്നെ വിശ്വസിക്ക്. എന്റെ കൈ പിടിച്ച് ശ്രീലക്ഷ്മി പറയുകയാണ്, അച്ഛ, അച്ഛന് ഈ മോളെ അറിയില്ലേ? അച്ഛന്റെ മോള് തെറ്റായ തീരുമാനങ്ങൾ എടുക്കുമോ? പ്ലീസ് അച്ഛ, അച്ഛൻ എന്നെ ഒന്ന് വിശ്വസിക്ക്. ഞാൻ ഇത്രയും പറഞ്ഞിട്ടും നിന്റെ അച്ഛന്റെ വാക്കുകൾ നീ വിശ്വസിക്കുന്നില്ല. ശരി, എന്നാൽ എനിക്ക് എന്റെ ഉത്തരവാദിത്വവും അവകാശവും കാഴ്ചവെച്ചു ദാ ഇവിടെ നിൽക്കുന്ന സകല മനുഷ്യരെയും സാക്ഷി നിർത്തി ഞാൻ പറയുകയാണ്, ഈ വിവാഹം നടക്കില്ല. ഇനിയും നിനക്ക് ഇയാളുടെ കൂടെ ജീവിക്കണമെങ്കിൽ ഈ അച്ഛൻ പറയുന്ന വാക്കുകൾ ധിക്കരിക്കാനാണ് ഭാവമെങ്കിൽ അച്ഛന്റെയും അമ്മയുടെയും ചിത കത്തിച്ചിട്ടേ നിനക്ക് മണ്ഡപത്തിൽ കയറാൻ പറ്റൂ. കേട്ട് ആകെ സങ്കടപ്പെടുകയാണ് ശ്രീലക്ഷ്മി. സരോജാമ്മ പറയുകയാണ്, അയ്യോ ശ്രീടച്ച, എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? എന്താ നിങ്ങളുടെ ഉദ്ദേശം? ഇതിൽ കൂടുതൽ എന്തുദ്ദേശമാണ് ഞാൻ പറയേണ്ടത് സരോജം? നിങ്ങൾ രണ്ടാളും ആണ് എന്റെ ജീവിതം. ഒരാളിതാ ഇപ്പോൾ പോവുകയാണെന്ന് മനസ്സിലായി. എന്റെ മരണത്തിൽ എനിക്ക് തുണയായി നീ ഉണ്ടാകുമോ എന്ന് മാത്രം എനിക്ക് അറിഞ്ഞാൽ മതി. ലക്ഷ്മി പറയുകയാണ്, അച്ഛാ പ്ലീസ്. അച്ഛന് ഞാൻ എന്തു പറഞ്ഞാലും മനസ്സിലാകാത്തതാണ്. അച്ഛൻ എന്നോടുള്ള ഇഷ്ടക്കൂടുതൽ കാണും. കാരണം സാറിനോടൊപ്പം ജീവിക്കാൻ അച്ഛൻ എന്നെ അനുവദിക്കില്ല എന്നെനിക്ക് മനസ്സിലായി. ഇതിനി ഒരു പരിഹാരമേ ഉള്ളൂ. ഞാനത് ചെയ്യാൻ പോവുകയാണ്. ശേഷം രവിവർമ്മനോട് ശ്രീലക്ഷ്മി പറയുകയാണ്, സാർ എന്നോട് ക്ഷമിക്കണം. ഈ ജീവിതം മുഴുവൻ സാറിനോടൊപ്പം ജീവിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. പക്ഷേ എനിക്കതിനുള്ള ഭാഗ്യമില്ല എന്ന് ഞാൻ മനസ്സിലാക്കി. ഐ എം സോറി സാർ എന്നോട് ക്ഷമിക്കണമെന്ന് തൊഴുതുകൊണ്ട് പറയുകയാണ് ശ്രീലക്ഷ്മി. എന്ന് പറയുമ്പോൾ രവിവർമ്മൻ ശ്രീലക്ഷ്മിയുടെ കയ്യിൽ പിടിച്ചിട്ട് ചോദിക്കുന്നത്, ഏയ് ശ്രീലക്ഷ്മി, എന്താ ഇത്? ഈ ജന്മം സാറിനോടൊപ്പം ജീവിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും സാർ എന്നും എന്റെ മനസ്സിൽ ഉണ്ടാകും, എന്റെ മരണം വരെ. അത്രയും പറഞ്ഞ് രവിവർമ്മന്റെ കൈ തട്ടി മാറ്റിയിട്ട് അകത്തേക്ക് ഓടിപ്പോവുകയാണ് ശ്രീലക്ഷ്മി. അകത്ത് കയറി പെട്ടെന്ന് ശ്രീലക്ഷ്മി അകത്തു നിന്നും വാതിലടയ്ക്കുകയാണ്.